സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റിയ നടപടി സ്റ്റേ ചെയ്യണമെന്ന ഡിജിപി സെൻകുമാറിന്റെ ആവശ്യം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തള്ളി. തന്റേത് സ്ഥാനമാറ്റമല്ല, തരം താഴ്ത്തലെന്ന് സെൻകുമാർ. വിവരങ്ങളുമായി സാലിഹ് മുഹമ്മദ് ചേരുന്നുണ്ട്. സാലിഹ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് സെൻകുമാർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പോലീസ് ആക്ട് 97(1) പ്രകാരം പോലീസ് മേധാവിയെ ചുരുങ്ങിയത് 2 വർഷമെങ്കിലും തുടരാൻ അനുവദിക്കണമെന്നതാണ് ചട്ടം. പക്ഷേ തന്റെ കാര്യത്തിൽ ഇത് പാലിച്ചില്ല. കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി അന്വേഷണ കാര്യങ്ങളിൽ എന്നതാണ് സ്ഥാനചലനത്തിനുള്ള മറ്റൊരു കാരണമായി സർക്കാർ പറയുന്നത്. ഇത്തരമൊരു കാരണം ചൂണ്ടിക്കാട്ടി ഒരു DGPയെ മാറ്റാനാവില്ല എന്നാണ് സെൻകുമാറിന്റെ മറ്റൊരു വാദം. മാത്രമല്ല, തന്റേത് സ്ഥലം മാറ്റമല്ല, തരം താഴ്ത്തലാണ്. ശിക്ഷാ നടപടി എന്ന നിലയ്ക്കാണ് തന്റെ സ്ഥാനചലനം എന്ന് വ്യക്തമാണ്. താഴ്ന്ന ശമ്പള സ്കെയിലിലേക്കാണ് തന്നെ മാറ്റിയതെന്നും സെൻകുമാർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ കാരണങ്ങളാലൊക്കെ കൊണ്ട് പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും തന്നെ നീക്കിയ നടപടി അസ്ഥിരപ്പെടുത്തണം എന്നായിരുന്നു സെൻകുമാറിന്റെ അപ്പീൽ ഹർജി. എന്നാൽ ഈ ആവശ്യം ട്രിബ്യൂണൽ അംഗീകരിച്ചില്ല. സ്റ്റേ ആവശ്യം ട്രിബ്യൂണൽ അംഗീകരിച്ചില്ല. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും DGP ലോക്നാഥ് ബെഹ്റയ്ക്കും പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് അയക്കാൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കും. സാലിഹ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായി DGP ജേക്കബ് തോമസ് ചുമതലയേറ്റു. ക്രിയാത്മക വിജിലൻസായി ആയിരിക്കും ഇനി പ്രവർത്തിക്കുക. പത്തി വിടർത്തി പേടിപ്പിക്കുന്ന പതിവുണ്ടാകില്ലെന്നും അഴിമതിക്കാർ കടികൊള്ളുമ്പോൾ അറിഞ്ഞോളുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. കഴിഞ്ഞ കാലത്തെ വേട്ടയാടലുകളെ കൊതുകടി പോലെ കാണുന്നുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലയിൽ 24 പേർ കുറ്റക്കാരെന്ന് പ്രത്യേക കോടതി വിധി. 66 പ്രതികളിൽ 36 പേരെ വെറുതെ വിട്ടു. മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന BJP നേതാവ് വിപിൻ പട്ടേലിനെയും കോടതി വെറുതെ വിട്ടു. ആർക്കെതിരെയും ഗൂഢാലോചന കുറ്റം ചുമത്താനാകില്ലെന്നും കോടതി. കുറ്റക്കാർക്ക് ഉള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. 2002 ഗുജറാത്ത് കലാപക്കേസുകൾ വിചാരണ നടത്തുന്ന അഹമ്മദാബാദിലെ പ്രത്യേക കോടതിയാണ് ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിൽ വിധിന്യായം പ്രഖ്യാപിച്ചത്. മൊത്തം 66 പ്രതികൾ. വിചാരണയ്ക്കിടെ 5 പേർ മരിച്ചു. ബാക്കിയുള്ള പ്രതികളിൽ 24 പേർ മാത്രമാണ് കുറ്റക്കാർ. സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ 36 പ്രതികളെ കോടതി വെറുതെ വിട്ടു. ഗുജറാത്ത് കലാപം ആരംഭിച്ച 2ാം ദിവസം ഗുൽബർഗ് സൊസൈറ്റിയിലേക്ക് ഇരച്ചുകയറിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ച മുഖ്യ സൂത്രധാരൻ എന്ന് ആരോപിക്കപ്പെടുന്ന BJP നേതാവ് വിപിൻ പട്ടേലിനെയും കോടതി വെറുതെ വിട്ടു. തെളിവുകളില്ല എന്നാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയത്. 24 പ്രതികളിൽ 11 പേർക്കെതിരെയുള്ള കൊലക്കുറ്റം കോടതി ശരിവച്ചു. 13 പേർ ആക്രമണത്തിൽ പങ്കാളികളായി. ആർക്കെതിരെയും ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്ന് വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. കുറ്റക്കാർക്കെതിരെയുള്ള ശിക്ഷ തിങ്കളാഴ്ച ജഡ്ജി PB ദേശായിയുടെ പ്രത്യേക കോടതി വിധിക്കും. കൂട്ടക്കൊല നടന്ന 14 വർഷത്തിനു ശേഷമാണ് വിധി പറയുന്നത്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെയാണ് കലാപമുണ്ടായത്. 29 വീടുകളും 10 അപ്പാർട്ട്മെന്റുകളും സ്ഥിതി ചെയ്യുന്ന ഗുൽബർഗ് സൊസൈറ്റിയിലേക്ക് കലാപത്തിനിടെ എത്തിയ അക്രമി സംഘം കോൺഗ്രസ് MP ഇൻഷാൻ ജാഫ്രി അടക്കം 69 പേരെ കൊലപ്പെടുത്തി. കൊലപാതകികൾക്കെതിരെ ഇൻഷാൻ ജാഫ്രിയുടെ ഭാര്യ സാക്രിയ ജാഫ്രി, സാമൂഹ്യ പ്രവർത്തക ടീസ്ത സെൽദൽവാദിന്റെ സംഘടനയായ സിറ്റിസൺ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. 36 പേരെ വെറുതെ വിട്ടതിൽ അതൃപ്തിയുണ്ടെന്നും ഇതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും സാക്രിയ ജാഫ്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂർ തലശ്ശേരിയിൽ ബാങ്ക് ജീവനക്കാരി വെടിയേറ്റ് മരിച്ചു. IDBI ബാങ്ക് ജീവനക്കാരി വിൽന വിനോദാണ് മരിച്ചത്. സുരക്ഷാ ജീവനക്കാരന്റെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേറ്റുവെന്നാണ് സൂചന. തലശ്ശേരി IDBI ബാങ്ക് ജീവനക്കാരി വിൽന വിനോദാണ് സെക്യൂരിറ്റി ജീവനക്കാരന്റെ വെടിയേറ്റ് മരിച്ചത്. ലോക്കറിലേക്ക് പോകുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ ഹരീന്ദ്രൻ തോക്ക് പരിശോധിക്കുന്നതിനിടെ ബാങ്കിനുള്ളിലുണ്ടായിരുന്ന വിൽനയ്ക്ക് അബദ്ധത്തിൽ വെടിയേൽക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തലയ്ക്കാണ് വെടിയേറ്റത്. ഉടൻ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മേലൂർ സ്വദേശിനിയാണ്. 1 മാസം മുൻപാണ് വിൽന ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. 14ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. 139 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോടേം സ്പീക്കർ S. ശർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 14ാം കേരള നിയമസഭയുടെ പുതിയ അംഗങ്ങളായി 139 പേരും നിയമസഭാ പ്രോടൈം സ്പീക്കറായ S. ശർമ്മ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആകെയുള്ള 140 പേരിൽ 44 പേർ പുതുമുഖങ്ങളാണ്. കഴിഞ്ഞ നിയമസഭയിലുണ്ടായിരുന്ന 83 പേരും ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ പെടുന്നു. ഭരണപക്ഷത്തിൽ നിന്ന് 90 പേരും
പ്രതിപക്ഷത്തിൽ നിന്ന് 47 പേരും MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച പൂഞ്ഞാർ MLA PC ജോർജും BJPയുടെ പ്രതിനിധിയായി ആദ്യമായി നിയമസഭയിലേക്ക് എത്തിയ O രാജഗോപാലും സത്യപ്രതിജ്ഞ ചെയ്തു. ബഹുഭൂരിപക്ഷം അംഗങ്ങളും മലയാളത്തിൽ സഗൗരവം പ്രതിജ്ഞയെടുത്തപ്പോൾ മറ്റു ചിലർ ദൈവനാമത്തിലാണ് പ്രതിജ്ഞ ചെയ്തത്. ധർമ്മടം MLA-യും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ 137ാമതായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഈ നിയമസഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ മലമ്പുഴയിലെ MLA-യും മുൻ പ്രതിപക്ഷ നേതാവുമായ VS അച്യുതാനന്ദൻ 8ാമതായി സത്യപ്രതിജ്ഞ ചെയ്തു. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്തു. PB അബ്ദുൾ റസാഖ് കന്നഡയിലും K രാജേന്ദ്രൻ തമിഴിലും പ്രതിജ്ഞയെടുത്തു. മുരളീധരൻ, ഹൈബി ഈഡൻ എന്നിവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ EP ജയരാജൻ, E ചന്ദ്രശേഖരൻ, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തവരിൽ പ്രമുഖരാണ്. നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സത്യപ്രതിജ്ഞ എടുത്ത 8 വനിതകളിൽ വീണ ജോർജ്, CK ആശ, പ്രതിഭ ഹരി എന്നിവർ പുതുമുഖങ്ങളാണ്. പട്ടാമ്പിയിൽ നിന്ന് വിജയം സ്വന്തമാക്കി മുഹമ്മദ് മുഹ്സീൻ ഈ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമെന്ന പദവി സ്വന്തമാക്കി. രാവിലെ 9 മണിക്ക് ആരംഭിച്ച് 2.5 മണിക്കൂർ നീണ്ടുനിന്ന സത്യപ്രതിജ്ഞാ ചടങ്ങോടെ 14ാം നിയമസഭയിലെ ആദ്യ ദിനത്തിലെ നടപടികൾ പൂർത്തിയാവുകയായിരുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭരണപ്രതിപക്ഷ MLA-മാർക്ക് പുറമെ BJP അംഗമായ O രാജഗോപാലിന്റെയും പൂഞ്ഞാറിൽ നിന്ന് വിജയിച്ച PC ജോർജിന്റെയും സത്യപ്രതിജ്ഞ നിയമസഭ ചരിത്രത്തിൽ പുതുമ നിറഞ്ഞതായി. ഇരുവരും സഗൗരവം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാവിലെ 8:40ഓടെയായിരുന്നു PC ജോർജിന്റെ വരവ്. PC ജോർജ് സഗൗരവം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സഭയിലെ ഒറ്റയാനായ PC ജോർജ് സഗൗരവം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് അംഗങ്ങളിൽ പലരിലും ചിരി പടർത്തി. 8:45ഓടെയായിരുന്നു ഏക BJP അംഗം O രാജഗോപാൽ നിയമസഭയിലെത്തിയത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി എത്തിയ BJP അംഗം O രാജഗോപാലും സഗൗരവം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കാവ്യവേഷത്തിലെത്തിയ രാജഗോപാലിന്റെ സത്യപ്രതിജ്ഞ കാണാൻ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം ഉൾപ്പെടെയുള്ളവർ സന്ദർശക ഗാലറിയിൽ എത്തിയിരുന്നു. രാജഗോപാലിന് മുൻനിരയിലും PC ജോർജിന് പിൻനിരയിലുമായിരിക്കും ഇരിപ്പിടങ്ങൾ. ഭരണപക്ഷത്ത് നിന്ന് 91 പേരും പ്രതിപക്ഷത്ത് നിന്ന് 47 പേരും സഭയിലെത്തിയപ്പോൾ രാജഗോപാലും PC ജോർജും വേറിട്ടു നിന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായി DGP ജേക്കബ് തോമസ് ചുമതലയേറ്റു. ക്രിയാത്മക വിജിലൻസായിട്ടായിരിക്കും ഇനി പ്രവർത്തിക്കുക. പത്തി വിടർത്തി പേടിപ്പിക്കുന്ന പതിവുണ്ടാകില്ലെന്നും അഴിമതിക്കാർ കടികൊള്ളുമ്പോൾ അറിഞ്ഞോളുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. കഴിഞ്ഞ കാലത്തെ വേട്ടയാടലുകളെ കൊതുക് കടി പോലെ കാണുന്നുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാവിലെ തന്നെ വിജിലൻസ് ആസ്ഥാനത്തെത്തി ചുമതലയേറ്റ ശേഷമാണ് വിജിലൻസിന്റെ ഇനിയുള്ള നിലപാടുകൾ ജേക്കബ് തോമസ് വ്യക്തമാക്കിയത്. ക്രിയാത്മക വിജിലൻസ് ആയിട്ടാണ് ഇനി പ്രവർത്തിക്കുക. അഴിമതിക്കാർക്ക് ആദ്യം യെല്ലോ കാർഡ് നൽകും, പിന്നീട് ആവർത്തിച്ചാൽ റെഡ് കാർഡ് നൽകുമെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കി. ആദ്യം ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ടീമുകൾ നല്ലതായിട്ട് അല്ലെ ഫൗൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ യെല്ലോ കാർഡ് കാണിക്കുക. അപ്പോൾ യെല്ലോ കാർഡ് കാണിച്ചിട്ട് ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലാണ് സാധാരണ അറിയാമല്ലോ ഈ റെഡ് കാർഡ് കാണിക്കുക എന്നുള്ളത്. എല്ലാ വകുപ്പുകളെയും വിജിലൻസ് നിരീക്ഷിക്കും. ബാർ കേസ് ഉൾപ്പെടെയുള്ളവയിൽ പുറകോട്ട് നോക്കിയുള്ള നടത്തമല്ല വിജിലൻസിനുള്ളതെന്നും DGP പ്രതികരിച്ചു. അഴിമതിക്കാരെ പത്തിവിടർത്തി പേടിപ്പിക്കുന്ന പതിവ് ഇനിയുണ്ടാകില്ല. കടികൊള്ളുമ്പോൾ ഇനി അറിഞ്ഞുകൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്രയും നാൾ കെട്ടിടങ്ങൾ പണിയാൻ നിർദ്ദേശം നൽകിയിരുന്ന താൻ അഴിമതിക്കാർക്കെതിരെയാകും ഇനി പണിയുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനായി വിജിലൻസിന്റെ ക്യാപ്റ്റനായും ഗോൾ കീപ്പറായും സ്ട്രൈക്കറായും പ്രവർത്തിക്കും. കഴിഞ്ഞ കാലത്തെ വേട്ടയാടലുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇത്തരത്തിലായിരുന്നു DGPയുടെ മറുപടി. ഇപ്പോൾ നമ്മൾ സാധാരണ നടന്നു പോകുമ്പോൾ ഒരു കൊതുക് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവത്തില്ലേ? കൊതുകിനെ അടിച്ച് അങ്ങ് മുന്നോട്ട് പോകുന്നില്ലേ നല്ലത്? അല്ലാതെ കൊതുക് നമ്മളെ കടിച്ചു എന്ന് പറഞ്ഞ് വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് ഓർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതൊക്കെ കൊതുക് കടി പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ദൈനംദിന ജീവിതത്തിൽ പൊതുജനം നേരിടുന്ന അഴിമതി അവസാനിപ്പിക്കുമെന്നും DGP ജേക്കബ് തോമസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ജിഷയുടെ കൊലപാതകത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാവിന് പങ്കുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ജോമോൻ പുത്തൻപുരയ്ക്കൽ. കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞു. ജിഷയുടെ കൊലപാതകത്തിൽ പെരുമ്പാവൂരുള്ള ഉന്നത കോൺഗ്രസ് നേതാവിന് പങ്കുണ്ട് എന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉത്തരവിട്ട പ്രകാരമാണ് ADGP സന്ധ്യ ഇന്ന് തന്നെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉറച്ചു നിൽക്കും. ഈ പരാതിയിൽ പറഞ്ഞ നേതാവ് ആരാണെന്നും നേതാവിൻ്റെ മകൻ്റെ പേരും നേതാവിൻ്റെ പേരും ഈ കൊലയിലേക്ക് നയിച്ച മോട്ടീവും വ്യക്തമായി തന്നെ പറയും. അതോടൊപ്പം തന്നെ ഈ നേതാവിൻ്റെ വീട്ടിൽ ജിഷയുടെ അമ്മ 20 വർഷത്തിലധികം ജോലി ചെയ്തെന്ന് ജിഷയുടെ അമ്മയ്ക്കും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത തെളിവും അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ADGP ശ്രീമതി സന്ധ്യ മുമ്പാകെ ഞാൻ മൊഴി നൽകും. നിഷേധിക്കാനാവാത്ത തെളിവുകൾ എനിക്ക് ഉത്തമ ബോധ്യമുള്ള 100% സത്യവും നീതിപൂർവവുമായി കേസിൻ്റെ യഥാർത്ഥ പ്രതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തെളിവുകളും ഇന്ന് നൽകുന്നതാണ്. ജിഷയുടെ കൊലപാതകത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാവിന് പങ്കുണ്ടെന്ന ആരോപണത്തിൽ അന്വേഷണ സംഘം പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ മൊഴിയെടുക്കുന്നു. അതേസമയം പ്രതിയുടെ രേഖാചിത്രം പോലീസ് തയ്യാറാക്കി. വിവരങ്ങളുമായി സമീർ സി വഴങ്ങോട് ചേരുന്നുണ്ട്. സമീർ, മൊഴിയെടുക്കൽ പൂർത്തിയായോ? ഒപ്പം തന്നെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ. സൗമ്യ, മൊഴിയെടുക്കൽ ഇപ്പോഴും സൂക്ഷിക്കുകയാണ്. രാവിലെ 10 മണിയോടുകൂടിയാണ് ആലുവയിലെ പോലീസ് ക്യാമ്പ് ഓഫീസിലേക്ക് വിളിച്ചുവരുത്തിക്കൊണ്ട് ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ മൊഴിയെടുക്കുന്നത്. ADGP സന്ധ്യ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ മൊഴിയെടുപ്പ്. പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ച കോൺഗ്രസ് നേതാവിനും മകനും ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ന് ജോമോൻ പുത്തൻപുരയ്ക്കൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തന്നെ സാധൂകരിക്കുന്ന മുഴുവൻ തെളിവുകളും തന്റെ പക്കൽ ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ രാജേശ്വരി തന്റെ വീട്ടിൽ നിന്നിട്ടില്ല എന്നുള്ള PP സംഘങ്ങളെ അദ്ദേഹം പൂർണ്ണമായും തള്ളുകയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു ജിഷയുടെ അമ്മ രാജേശ്വരി PP തങ്കത്തിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു എന്നതടക്കമുള്ളതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതെല്ലാം തന്നെ ADGPക്ക് ഇന്ന് സമർപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മൊഴിയെടുക്കൽ ഇപ്പോഴും തുടരുകയാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് പുതിയ അന്വേഷണ സംഘം മറ്റൊരു രേഖാചിത്രം, പുതിയ അന്വേഷണ സംഘത്തിന്റെ ആദ്യ രേഖാചിത്രം കൂടി ഈ പ്രതിയുടേത് എന്ന് സംശയിക്കുന്ന രേഖാചിത്രം ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നു. അത് ഇരിങ്ങോൾക്കാവിലും അതോടൊപ്പം തന്നെ ജിഷയുടെ വീടിന് അടുത്തുള്ള കനാൽ ഭാഗത്തും കണ്ടു എന്ന് പ്രദേശവാസികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു പുതിയ രേഖാചിത്രം കൂടി പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യ അന്വേഷണ സംഘവും ഇത്തരത്തിൽ ഒരു രേഖാചിത്രം പുറത്തുവിട്ടിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊന്നും എങ്ങും ഇപ്പോൾ പുതിയ അന്വേഷണ സംഘമാണ് ഈ ഒരു രേഖാചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി 3 സംസ്ഥാനങ്ങളിലേക്ക് 5 അംഗ സംഘത്തെ അയച്ചിട്ടുണ്ട്. പ്രധാനമായും ആന്ധ്രാപ്രദേശ്, അതോടൊപ്പം ആസാം, പശ്ചിമ ബംഗാൾ എന്നീ 3 സംസ്ഥാനങ്ങളിലേക്കാണ് അന്വേഷണ സംഘത്തെ അയച്ചിരിക്കുന്നത്. അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വ്യക്തമായ ഒരു സൂചനയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണം തുടരുന്നു. അതോടൊപ്പം തന്നെ ഈ കേസിലേറെ നിർണായകമായേക്കുന്ന ഒരു മൊഴിയെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്. ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ മൊഴിയെടുപ്പ് രാവിലെ 10 മണിയോടുകൂടി ആരംഭിച്ച ആ മൊഴിയെടുപ്പാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. സൗമ്യ. സമീർ വഴങ്ങോടാണ് വിവരങ്ങൾ നൽകിയത്. വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്തുവാൻ കേരളത്തിലെ ഭരണമാറ്റം സഹായകമാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദുമ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് 2ാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ട കെ കുഞ്ഞിരാമൻ. കേരള കേന്ദ്ര സർവകലാശാല ആസ്ഥാനമായ പെരിയ ക്യാമ്പസിൽ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുക എന്നതാണ് തന്റെ പ്രഥമ പരിഗണനയെന്ന് MLA പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി K സുധാകരനെ വാശിയേറിയ പോരാട്ടത്തിൽ 3800-ലേറെ വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് CPIM-ലെ കെ കുഞ്ഞിരാമൻ വീണ്ടും ഉദുമയിൽ നിന്ന് നിയമസഭയിലെത്തുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി CPM സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചുവരുന്ന ഉദുമയിൽ ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ച് കെ കുഞ്ഞിരാമൻ സാധിച്ചു. മുൻകാലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധിക്കുമെന്ന വിശ്വാസമാണ് കെ കുഞ്ഞിരാമന്. കേരള കേന്ദ്ര സർവകലാശാലയുടെ നിർദ്ദിഷ്ട പദ്ധതിയായ മെഡിക്കൽ കോളേജ് പെരിയയിൽ സ്ഥാപിക്കുന്നതിനാണ് MLA എന്ന നിലയിൽ തന്റെ മുൻഗണനയെന്ന് കെ കുഞ്ഞിരാമൻ പറഞ്ഞു. സെൻട്രൽ യൂണിവേഴ്സിറ്റിയോടനുബന്ധിച്ച് മെഡിക്കൽ കോളേജ് വന്നില്ല. ആ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഗവൺമെന്റ് ഇടപെട്ട് നമ്മളെ മണ്ഡലത്തിലെ പെരിയയിൽ തന്നെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് നല്ല ശ്രമം നടത്താൻ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പൊതുപ്രവർത്തനത്തിനൊപ്പം നല്ലൊരു കൃഷിക്കാരൻ കൂടിയായ കെ കുഞ്ഞിരാമൻ ചെറുകിട ജലസേചന പദ്ധതികൾക്കും മുൻഗണന നൽകുന്നു. 2006-ലെ LDF സർക്കാർ നിർമ്മാണം പൂർത്തിയാക്കിയതും UDF സർക്കാർ തുറന്നു പ്രവർത്തിപ്പിക്കാൻ വിസമ്മതിക്കുകയും ചെയ്ത ഉദുമ ടെക്സ്റ്റൈൽ മിൽ ഉടൻ തുറന്നു പ്രവർത്തിപ്പിച്ച് യുവജനങ്ങൾക്ക് പരമാവധി തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കെ കുഞ്ഞിരാമൻ പറഞ്ഞു. 3 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന വികസന മുന്നേറ്റത്തിനൊടുവിലാണ്
LDFന് ഉദുമ നിയോജക മണ്ഡലം സുരക്ഷിത മണ്ഡലമായി മാറിയത്. ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട കെ കുഞ്ഞിരാമൻ MLAയുടെ ശ്രമം. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. കൈരളി TV ഒരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2016 ഇന്ന് വൈകിട്ട് 6 മണിക്ക് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും. ചലച്ചിത്ര മേഖലയിൽ നിന്ന് 75ഓളം പേർ പങ്കെടുക്കുന്ന മെഗാ ഷോ ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്യും. കൈരളി ഉത്സവ് 2016 തിരുവല്ലയിലേക്ക് കലയുടെയും സംഗീതത്തിന്റെയും ഉത്സവം ഒരുക്കി കൈരളി TV വീണ്ടും എത്തുന്നു. കൈരളി TV ഒരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2016 ഇത്തവണ തിരുവല്ലയാണ് വേദിയാകുന്നത്. പ്രശസ്ത ഗായകരായ ഉണ്ണിമേനോൻ, റിമി ടോമി, ഡെൽഫി നൈനാൻ എന്നിവരുടെ സംഗീത വിരുന്നും ചലച്ചിത്ര താരങ്ങളും നർത്തകരുമായ ഷംന കാസിം, സരയു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമൊരുക്കുന്ന നൃത്തവിരുന്നും ഹരിശ്രീ അശോകൻ, രമേശ് പിഷാരടി എന്നിവരുടെ നേതൃത്വത്തിൽ ഹാസ്യവിരുന്നും അരങ്ങേറുന്ന 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഷോയിൽ 75ലധികം കലാകാരന്മാർ അണിനിരക്കും. തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിന് എതിർവശമുള്ള ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിലാണ് ഇത്തവണ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഷോ അരങ്ങേറുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് മെഗാ ഷോ ഉദ്ഘാടനം ചെയ്യും. MLAമാരായ രാജു എബ്രഹാം, വീണ ജോർജ്, ബിലീവേഴ്സ് ചർച്ച് പരമാധ്യക്ഷൻ ഡോക്ടർ KP യോഹന്നാൻ മെത്രാപ്പൊലിത്ത, കൈരളി TV MD ജോൺ ബിട്ടാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.